നമസ്കാരം. നമസ്കാരം. റഷ്യയിലെ ഏറ്റവും വലിയ ജോബ് ഹണ്ടിങ് നടക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, റഷ്യയിലെ ഏറ്റവും വലിയ തൊഴിൽ വെബ്സൈറ്റായ ഹെഡ് ഹണ്ടറിലാണ് ഇത്തരത്തിലുള്ള അഡ്വർടൈസ്മെൻ്റ് അവർ വന്നിട്ടുള്ളത്. അപ്പം അവർ പറയുന്നത് ഡ്രോൺ ഓപ്പറേറ്റർമാരെ അവർക്ക് ഈ പറഞ്ഞ പോലെ ആവശ്യമുണ്ട് എന്നുള്ള സാധനമാണ്. അതിൽ കോമ്പാക്റ്റ് ആർമി റിസർവ് ഫോഴ്സിലായിട്ടാണ് ഒരു നിലവിൽ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ശമ്പളം തന്നെയാണ്. 1,50,000 റൂബിൾ, അതായത് ഏകദേശം 1950 $2,000 അപ്പം ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ പറഞ്ഞ പോലെ 2,00,000-ന് അടുത്ത് 1,91,000 രൂപയോളം പെർ മന്ത് സാലറി കിട്ടുമെന്നുള്ളതാണ്. മാത്രമല്ല ഇതിൽ ഈ പറഞ്ഞ പോലെ ഡ്രോൺ പറത്താനും അവിടുന്ന് ഡാറ്റ ശേഖരിക്കുക, യുക്രൈനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ തരത്തിൽ റഷ്യ മോസ്കോനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട കടമ. അതുകൊണ്ട് ഇവർ താമസിക്കുന്നതൊക്കെ മോസ്കോയുടെ ചുറ്റുപാടത്ത് തന്നെ ആയിരിക്കും. മാത്രമല്ല ഈ പറഞ്ഞ പോലെ ഇവർ ചെയ്യുന്ന പണി വലിയ തരത്തിൽ റിസ്ക് ഒന്നുമില്ല. ഡ്രോൺ പറത്തുന്നു, യുക്രൈൻ്റെ പല ഭാഗത്തും വിടുന്നു, അവിടുന്ന് കൃത്യമായി ഡാറ്റാസ് കളക്ട് ചെയ്യുന്നു. ആ കളക്ട് ചെയ്ത ഡാറ്റാസ് കൃത്യമായിട്ട് ആർമിക്ക് കൈകാര്യം മാറ്റി കൊടുക്കുന്നു. ഇത്ര മാത്രമേ ചെയ്യേണ്ടുള്ളൂ. അതിന് കൊടുക്കുന്ന ഒരു ശമ്പളമാണ്. ഇതിൽ മാത്രമല്ല ഇതിന് വേണ്ടത് സ്കില്ലൊന്നും വേണ്ട എന്നുള്ളത് അവർ പറയുന്നത്. നിങ്ങൾക്ക് ഡ്രോൺ പറത്താനുള്ള ഒരു താല്പര്യമുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് റഷ്യയിലോട്ട് വരാം എന്നുള്ളതും അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു വാർത്താ ഏജൻസി, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് സെർച്ച് ചെയ്തപ്പോൾ മറ്റൊരു ഏജൻസി പറയുന്നത്. അപ്പം ഇത്തരത്തിൽ റഷ്യ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെൻറ്റ് ചാൻസ് ഉള്ളതും ഇന്ത്യയിൽ നിന്നാണ്. കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ യുവാക്കൾ ജീവിച്ചിരിക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണെന്ന് വെച്ചാൽ അതും ഇന്ത്യയാണ്. ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളതും ഇപ്പോൾ നമ്മൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ കണ്ടതാണ്. പല ഇന്ത്യക്കാരും അങ്ങോട്ട് കയറുന്നതൊക്കെ. നല്ല ബന്ധമുള്ള രാജ്യം. ഇന്ത്യയുടെ പല ഡിഫൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇപ്പോൾ S-400 സുക്കോയ് പോലത്തെ പല ആയുധങ്ങളും വാങ്ങുന്നത് റഷ്യയുടെ കയ്യിൽ നിന്ന് തന്നെയാണ്. അപ്പം ആയുധങ്ങൾ പറയുന്നത് ഇന്ത്യ റഷ്യ ബന്ധം അത്രത്തോളം അല്ല അടുത്തതാണ്. മാത്രമല്ല യുവാക്കളുടെ കാര്യം എടുക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ നമുക്ക് അഗ്നിപത്ത് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. അഗ്നിപത്തിന് ഈ പറഞ്ഞ പോലെ ഒരു നിശ്ചിത വർഷം വർക്ക് ചെയ്തതിനു ശേഷം അവരെല്ലാം റിട്ടയർമെൻറ്റ് ചെയ്ത് പോകുന്നു. പിന്നീട് അവർ വലിയ ചോദ്യചിഹ്നം വരുന്നുണ്ട്. അതായത് കുറച്ച് വർഷം മാത്രമേ അവർ ആർമിയിൽ എല്ലാവിധ കാര്യങ്ങളും പരിശീലിച്ച് താഴെത്തട്ട് മുതൽ മേലേത്തട്ട് വരെയുള്ള കൃത്യമായ കാര്യങ്ങൾ പരിശീലിച്ച് അതിൽ കുറച്ച് പേരെ മാത്രമേ ആർമിയിൽ സ്ഥിരമായിട്ട് എടുക്കുള്ളൂ. ബാക്കിയുള്ളവർ അപ്പോഴും വേക്കൻ്റായിട്ട് കിടക്കുന്നുണ്ട്. അവരെ പോലത്തെ ആൾക്കാർക്ക് ഇത് വലിയൊരു വേക്കൻസി കൂടിയാണ്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ റഷ്യയുടെ ആർമിയിൽ നല്ലൊരു ശതമാനം ഇന്ത്യക്കാർ അതിദൂരമല്ലാത്ത ഭാവിയിൽ കണ്ടാൽ നമുക്ക് അതിശയിക്കപ്പെടേണ്ടതില്ല എന്നുള്ള കാര്യം കൂടിയില്ലേ. നമ്മൾ തന്നെ പല ചർച്ചയ്ക്കും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇസ്രായേലിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞത്. ഈ യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ, പശ്ചിമേഷ്യൻ യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ അപകടകരമായ ചില കോമ്പോസിഷൻസ്, ചില പെർമുട്ടേഷൻസ് സൈമിൾട്ടേനിയസായിട്ട് വർക്ക് ചെയ്യും. ഇതിലേറ്റവും പ്രധാനം ഇസ്രായേൽ ടെക്നോളജി പ്ലസ് ഇന്ത്യൻ മാൻ പവർ. ഇന്ത്യയുടെ മാൻ പവറിൻ്റെ ഏറ്റവും വലിയ 2-3 താങ്കൾ പറഞ്ഞു, 3-4 പറഞ്ഞു. ഇതിലൊരെണ്ണം വിട്ട് പ്രധാനപ്പെട്ടതായിട്ട് തോന്നുന്ന ഒരെണ്ണം സ്കില്ലായിട്ടുള്ള, ഇപ്പോൾ ട്രെയിനിങ് വേണ്ടെന്നവർ പറയുന്നുണ്ട്, എന്നാൽ പോലും എയർഫോഴ്സിൽ നിന്നും നേവിയിൽ നിന്നും ആർമിയിൽ നിന്നും സ്കില്ലായിട്ടുള്ള ഏത് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു റിട്ടയർ വരുന്നവരുണ്ട്. ചെറുപ്രായത്തിൽ ആസ് ഗുഡ് ആസ് എ ന്യൂ ഒരു എംപ്ലോയി സീക്കറുടെ കൂട്ട് തന്നെ വരുന്ന ചെറുപ്പക്കാരൻ വരുന്ന പോലെ തന്നെയുണ്ട്. ഇവരുടെ സർവീസ് ആർക്കാണ് കിട്ടുന്നത്? ഇപ്പോൾ റഷ്യ ആകുമ്പോൾ നമുക്ക് നമ്മുടെ താല്പര്യങ്ങളും റഷ്യയുടെ താല്പര്യങ്ങളായിട്ട് വലിയ ക്ലാഷ് വരികയില്ല. കാരണം മാനസിക വൈകാരികമായും സാംസ്കാരികമായിട്ടും കാലാകാലങ്ങളായി പരമ്പരാഗതമായി തന്നെ നമ്മളുമായിട്ട് ബന്ധമുണ്ട്. റഷ്യ ഈ മാൻ പവർ ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചാൽ റഷ്യയുടെ പട്ടാളത്തിലെ വേറെ മറ്റു പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം, റീപ്ലേസ് ചെയ്യാം. ഇത്തരം ജോലികളെല്ലാം ആരെ ഏൽപ്പിക്കാൻ പറ്റും? ഈ ഡ്രോൺ ഓപ്പറേറ്റേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് സ്പൈ വർക്ക്, അതായത് ഇൻഫർമേഷൻ ഗ്യാതറിംഗ് എന്നുള്ള ഏറ്റവും വൈറ്റലായിട്ടുള്ള ജോലിക്ക് നമ്മളെ ഉപയോഗിക്കാം. നമ്മളാകുമ്പോൾ റഷ്യയെ ചതിക്കും എന്നുള്ള പേടിയില്ല. മറ്റേതെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വയ്ക്കും. അതുകൊണ്ട് ഏറ്റവും റിലയബിളായിട്ട് റിക്രൂട്ട് ചെയ്യാൻ പോകുന്ന ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇന്ത്യക്കാരെ ആയിരിക്കും. ഈ സ്ഥിതിയിൽ നിന്ന് മാറി ഇതിപ്പോൾ ഇന്ന് പരസ്യം ചെയ്തിരിക്കുന്നത് ആർക്കും സംശയം തോന്നരുത്. കാരണം പർട്ടിക്കുലർ രാജ്യത്തിനെതിരെയല്ല, പക്ഷെ മറിച്ച് ഈ ഇൻഫർമേഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്ന് പറയും. ഇൻഫർമേഷൻ മാത്രം കൊടുത്താൽ മതി, വെറുതെ വീട്ടിൽ ഇരുന്നാൽ മതി, നിങ്ങളിത് പുറത്ത് കളിച്ചാൽ മതി. അതായത് പിള്ളേരൊക്കെ എയറോപ്ലെയിനൊക്കെ മേടിച്ച് കളിക്കുന്ന പിള്ളേരുണ്ട് അല്ലേ, അമ്പലപ്പുറമേ നിന്നും പെരുന്നാൾപ്പുറമേ നിന്നൊക്കെ. അതുപോലത്തെ ഒരു ഓപ്പറേഷൻ മാത്രമാണ് ഇതിങ്ങനെ ഞെക്കി പിടിച്ചുകൊണ്ട് നടക്കും. കമ്പ്യൂട്ടർ ഗെയിം കളിക്കുന്ന പിള്ളേർ ഇഷ്ടം പോലെയുണ്ട്, അത് മതി. ആ ഗെയിം തന്നെയാണ് അതിൻ്റെ വേറൊരു വേർഷനാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ശരിക്കും അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് ലോകത്തിൻ്റെ സന്തുലിതമായ സൈനിക ബാലൻസിനെ മാറ്റും. മറ്റൊന്ന്, പണ്ട് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം നമ്മൾ പറഞ്ഞിരുന്ന ബാലൻസ് ഓഫ് പവർ എന്ന് പറഞ്ഞൊരു തിയറി ആയിരുന്നു ലോകരാജ്യങ്ങളുടെ ബന്ധത്തെ ഭരിച്ചിരുന്നത്, അല്ലെങ്കിൽ നയിച്ചിരുന്നത്. ബാലൻസ് ഓഫ് പവർ എന്ന് പറഞ്ഞാൽ ഒരു റഷ്യ, ഫ്രാൻസ്, ബ്രിട്ടൻ, ഈ രാജ്യങ്ങൾ, അല്ലെ അമേരിക്ക, ഈ രാജ്യങ്ങൾ ഏതെങ്കിലും 2 രാജ്യങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി അലയൻസ് മാറി കഴിയുമ്പോൾ
വേറൊരു മുന്നണിയിലേക്ക് മാറിക്കഴിയുമ്പോൾ ഉറപ്പായിട്ടും ആ മാറി ചെല്ലുന്ന പുതിയ രാജ്യം എങ്ങോട്ട് മാറുന്നു ആ രാജ്യത്തിന് അനുകൂലമായി ബാലൻസ്, സൈനിക ശക്തിയുടെ ബാലൻസ് മാറുമായിരുന്നു. പക്ഷേ ആറ്റം ബോംബ് കണ്ടുപിടിച്ചതോടുകൂടി എല്ലാ രാജ്യങ്ങളും ഒരു വശത്തും ഒരു രാജ്യം മാത്രം ഇപ്പുറം നിന്ന് കഴിഞ്ഞാലും മറ്റു രാജ്യങ്ങളെ മുഴുവൻ നശിപ്പിക്കാനുള്ള കഴിവാർക്കുണ്ട്. എതിരായിട്ട് നിൽക്കുന്ന ആൾക്ക് ഒരു റഷ്യയാണെങ്കിലും അമേരിക്ക ആണെങ്കിലും എല്ലാം, ഇപ്പോൾ ചൈനയൊക്കെ വേണമെങ്കിൽ കൊടുത്ത് കൂട്ടാം. പക്ഷേ അങ്ങനത്തെ ഒരു ബാലൻസ് ഓഫ് പവറിൽ തിയറിയിൽ മാറ്റം വന്നപ്പം ഇനി ഗ്രൗണ്ട് ലെവൽ ഓപ്പറേഷന് വലിയ പ്രാധാന്യം വരും. ഗ്രൗണ്ട് ലെവൽ ഓപ്പറേഷൻ്റെ ഏറ്റവും ഡിസിസീവായിട്ട് മാറാൻ പോകുന്ന ഘടകം എന്ന് പറയുന്നത് ഡ്രോണിൻ്റെ നിർണായകമായ ഘടകമാണ്. ഇപ്പം ഇറാന് ഇസ്രായേലിനെ ചെറുത്ത് നിൽക്കാനും അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് തന്നെ ചെറിയ ചെറിയ ഡ്രോൺ അയക്കാനും സൗദി അറേബ്യയിലേക്ക് ഡ്രോൺ അയക്കാനും ഒക്കെ കേപ്പബിൾ ആയത് ഈ ഡ്രോണിൻ്റെ ബലത്തിലാണ്. അതാരാണ് ഇറാനെ സഹായിച്ചതെന്ന് അറിയാൻ പറ്റിയില്ല. ചൈനയുടെ സാധനങ്ങൾക്കുള്ള കുഴപ്പം അതിൻ്റെ ഗുണപരമായ പശ്ചാത്തലം നോക്കുമ്പോൾ ചൈനയുടെ സാധനങ്ങൾക്ക് നമ്മുടെ അത്തരം വരില്ല. അതുകൊണ്ട് ഈ ഡ്രോൺ പറത്താനുള്ള ഈ അവസരം ഇന്ത്യയിലെ ചെറുപ്പക്കാർ ഇതിനു മുമ്പ് തന്നെ മേഴ്സണറി ആയിട്ട് പോയിട്ടുണ്ട്. യുദ്ധ സമയത്തൊക്കെ റിക്രൂട്ട്മെന്റ് നടത്തിയപ്പോൾ പല ഇന്ത്യക്കാരും പോയി പെട്ടതും തിരിച്ചു വരാൻ പറ്റാതെ ഒരു തരത്തിൽ തിരിച്ചു നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് നമുക്ക് അത്ര പരിചയമില്ലാത്ത കാര്യമൊന്നുമല്ല. നമുക്കറിയാൻ ചെയ്യും, തൊഴിലറിയാം, ഈ തൊഴിലിന് കാശുണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നറിയാം, എത്ര നാൾ അവിടെ നിൽക്കണം എന്നറിയാം, എപ്പോൾ അവിടെ നിന്ന് വിട്ടു പോകണമെന്നും അറിയാം. കാരണം ഇത് പഠിച്ചവരാണുള്ളത്. അപ്പോൾ അതിൽ ആ പോയവരൊക്കെ കുറേ കൂടെ ട്രെയിൻഡാണ് ഇപ്പോൾ പോയത്. പുതിയ ആൾക്കാരല്ല പോയത്. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെയുള്ളവരെ വിടാൻ പോകുന്നത്, ഈ ഫീൽഡിൽ എക്സ്പെർട്ടിനെ വിടാൻ പോകുന്നത്. അവർക്ക് വേണേൽ അവരുടെ ഡ്രോൺ സംവിധാനം മുഴുവൻ മാനേജ് ചെയ്യാനുള്ള പവർ ഇവർക്കുണ്ട്, കഴിവുണ്ട്. അപ്പം ആ ശക്തി പ്രകടനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പക്ഷേ ഒരു പ്രശ്നം ഇവിടെ ഉള്ളത്, നമ്മളും അറിയാതെ ഈ അന്തർദേശീയ രംഗത്ത് നടക്കുന്ന ഇത്തരം ശാക്തിക ചേരികൾ തമ്മിലുള്ള ബലാബലത്തിൽ നമ്മളും പങ്കാളികളാവും. നമ്മൾ പങ്കാളികളാവുന്ന പറഞ്ഞാൽ നന്മയും തിന്മയും നമ്മൾ അനുഭവിക്കാൻ ബാധ്യസ്ഥരാകും. ഇപ്പം ഇറാൻ സൗദി അറേബ്യയിലേക്കും കുവൈറ്റിലേക്കും ഖത്തറിലേക്കും ഒക്കെ ഡ്രോൺ അയച്ചെന്ന് പറഞ്ഞ പോലെ ഇന്ത്യ റഷ്യയെ സഹായിക്കുന്നു. എന്നാൽ രണ്ടെണ്ണം ഇങ്ങോട്ട് കിടക്കട്ടെ എന്ന് സെലൻസ്കി വിചാരിക്കും ഉക്രൈൻ്റെ. അങ്ങനെ ഒരു അപകടമുണ്ട്. നമ്മളും പ്രതിപട്ടികയിലേക്ക് നോട്ടപ്പുള്ളിയായിട്ട് മാറുകയാണ്. അവർക്കുണ്ട്, ഉക്രൈനുണ്ട് ഇതേ സംവിധാനങ്ങൾ. ഉക്രൈനെ സഹായിക്കാനുള്ള രാജ്യങ്ങളുണ്ട്. ഇത് ഏകപക്ഷീയമായി യുദ്ധമായിരിക്കുകയില്ല, ഏകപക്ഷീയമായി ഏറ്റുമുട്ടലായിരിക്കുകയില്ല. അപ്പോൾ ആ അപകടമുണ്ട്. അതിനെ എങ്ങനെ തരണം ചെയ്യുമെന്ന് അറിയത്തില്ല. എന്നാൽ പോലും റഷ്യയായിട്ടുള്ള ബന്ധമായതുകൊണ്ട്, ഒരു ലോങ് സ്റ്റാൻഡിങ് വളരെ ദീർഘകാലമായി നിലനിൽക്കുന്ന ബന്ധമായതുകൊണ്ട് ഇത് വലിയ അപകടം ചെയ്യില്ല, ഇന്ത്യക്ക് പ്രയോജനപ്രദമാകുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അല്ല, ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യം, ഈ പറഞ്ഞ പോലെ നമ്മളെ പല ഇപ്പോൾ ഈ പറഞ്ഞ പോലെ റഷ്യ യുക്രൈൻ ഇത് നടന്നപ്പോൾ പല ആൾക്കാരും പോയിട്ടുണ്ട്. അവരെല്ലാവരുടെ പെട്ട് കിടന്ന അവസാനം ഇന്ത്യൻ എംബസി നേരിട്ട് ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. അവർ പറഞ്ഞത് ഞങ്ങൾ ഈ തരത്തിലോട്ടുള്ള ഏജൻസി റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു, റഷ്യയിൽ ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് ആർമി ജോലിക്കല്ല അവർ പോയതെന്നുള്ളതും അവരവിടെ എത്തിയതിന് ശേഷമാണ് അവർ ആർമി ജോലിയാണെന്നുള്ളതും അവർ നേരിട്ട് യുദ്ധ രംഗത്തോട്ട് ഒരു പ്രാക്ടീസ് ഒന്നും കൊടുക്കാണ്ട് ഒരു 2 ദിവസത്തെ പ്രാക്ടീസ് കൊണ്ട് തോക്ക് എങ്ങനെ പിടിക്കണം, വെടിവെക്കണം എന്ന് പഠിപ്പിച്ചുകൊണ്ട് നേരിട്ട് അവർ യുദ്ധകളത്തിലോട്ട് ഇറക്കുന്ന പല പ്രക്രിയയും കണ്ടാണ്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ട്രെയിൻ സ്കില്ല് ഈ പറഞ്ഞ ഡ്രോൺ പറത്താനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ നേരിട്ട് ഇതിലോട്ട് ഇറക്കില്ല എന്നുള്ളത് എന്താ ഉറപ്പുള്ളത്? നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല, ഒരു ഉറപ്പുമില്ല. പക്ഷേ ഇപ്പം നമ്മൾ വിടുന്നവർ, നമ്മൾ പോകുന്നവർ, ഈ ഞാൻ ആദ്യം പറഞ്ഞ കാറ്റഗറിയിൽ പെട്ടവരാണ്. അവർക്കിത് പ്രശ്നമല്ല. അവർ യുദ്ധരംഗത്ത് സമരം ചെയ്യാനോ യുദ്ധം ചെയ്യാനോ പോകുന്ന പട്ടാളക്കാരുടെ അത്രയും കപ്പാസിറ്റി അവർക്ക് ഉണ്ടെന്നേ. ഇത് തൊഴിലന്വേഷിച്ച് മാത്രം പോയ ചെറുപ്പക്കാർ ആദ്യം പോയത്. 2 കേസ് തമ്മിലുള്ള വ്യത്യാസം. ഇതിന് വേണമെങ്കിൽ നമുക്ക് സെലക്റ്റീവായിട്ട് പോകാം. ഇന്ന എക്സ്പീരിയൻസ് നമുക്കുണ്ട്, പ്രീ ക്വാളിഫിക്കേഷൻ ഉണ്ട്, അത് വെച്ച് നമുക്ക് പോകാം. അല്ലാതെ വെറുതെ കയറി ഞാൻ പറത്തിക്കോളാമെന്ന് പറഞ്ഞാൽ ബലൂൺ പറത്തുന്ന പോലെ ഊതി കുറപ്പിച്ച് വിടുന്ന പോലെ അതും കൊണ്ട് അങ്ങോട്ട് എന്ന് നടക്കില്ല. അല്ലാതെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഔദ്യോഗികമായി റഷ്യയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കിട്ടുന്ന അവസരം, ആ രീതിയിലേക്ക് രാജ്യം വളരുക. കാരണം ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങൾക്ക് ഉറപ്പായിട്ടും നമ്മളെപ്പോലുള്ള രാജ്യങ്ങൾ ആവശ്യം വരും, മാൻ പവർ ആവശ്യം വരും. ഇപ്പം പണ്ട് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു, ഇസ്രായേലിൻ്റെ ടെക്നിക്കൽ നോഹൗ പ്ലസ് ഇന്ത്യസ് മാൻ പവർ, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഹൈലി ഡെഡ്ലി കോമ്പിനേഷൻ. അത് അത്തരം മാറ്റങ്ങൾക്ക് പോകാതെ റഷ്യ ഇപ്പോൾ ഉക്രൈനുമായിട്ട്, അപ്പോൾ ഉക്രൈൻ്റെ ശത്രുവാണ് നമ്മൾ ഒറ്റയടിക്കും. നമ്മൾ ഔദ്യോഗികമായിട്ട് നമ്മൾ സഹായിച്ചു കഴിഞ്ഞാൽ യുക്രൈൻ്റെ ശത്രു നമ്മളായി മാറും. അത് ആ റിസ്ക് എടുക്കാനുള്ള തയ്യാറെടുപ്പ് ഇന്ത്യക്ക് വേണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് ഈ പറഞ്ഞ പോലെ മിസൈലായി അതിനുള്ള ടെക്നോളജി അവരെ കയ്യിലുണ്ടാവില്ല. ഉക്രൈൻ എവിടെയെല്ലാം അയക്കുന്നുണ്ട്, ഇറാൻ എവിടെയെല്ലാം അയക്കുന്നുണ്ട്. അല്ല, നാറ്റോ അതിനൊന്നും സഹായിക്കും. പിന്നെ നാറ്റോൻ്റെ കയ്യിലും ഈ പറഞ്ഞ പോലെ നാറ്റോ ഇന്ത്യ തമ്മിൽ ബന്ധം വളരെ നല്ല ബന്ധമാണല്ലോ. അപ്പോൾ ഒരിക്കലും നാറ്റോ അല്ലല്ലോ ചെയ്യുന്നത്. അല്ല, യുക്രൈന് കിട്ടുന്ന ഇപ്പം അവിടെ ചെന്നിട്ട് ഇറാനാണോ ഇതൊക്കെ അയക്കുന്നത്? അല്ലല്ലോ, ഹൂത്തികളൊക്കെ അല്ലേ അയക്കുന്നത്. അതൊരു പ്രോക്സി ഓർഗനൈസേഷൻ ഇഷ്ടംപോലെ ഉണ്ടെന്നേ. അവരെ കൊണ്ട് ഈ ഇപ്പോൾ പാകിസ്ഥാനിലല്ലേ ലഷ്കർ-എ തയ്യബയൊക്കെ പാകിസ്ഥാനിലല്ലേ, അവരൊക്കെ ഇവിടെ നിൽക്കും, അപ്പുറം നിൽക്കും, ഇപ്പുറം നിൽക്കും, എങ്ങനെ വേണം നിൽക്കും, കാശ് കിട്ടി എന്നാ വേണം ചെയ്യും. അപ്പോൾ ആ അപകടം നമ്മൾ ആ റിസ്ക് എടുക്കണം. പക്ഷേ എന്നാൽ പോലും ഇത് നമുക്ക് കുറേ കൂടെ പരിചയം കിട്ടും. നമുക്ക് വേണേൽ കുറേ കൂടെ റഷ്യൻ ഡ്രോണുകൾ നമുക്ക് സ്വന്തമാക്കാം. അങ്ങനെ
രണ്ട് തരത്തിൽ നമുക്ക് സാമ്പത്തികമായിട്ടും ആയുധ കച്ചവടത്തിൻ്റെ കാര്യത്തിലും നമുക്ക് ഇടപാട് ഈ റഷ്യക്കുള്ള ഡ്രോണൊക്കെ സപ്ലൈ ചെയ്യാനുള്ള ഓർഡർ നമുക്ക് കിട്ടിയ രക്ഷപ്പെട്ടില്ലേ. പക്ഷേ ഇതിൽ ഒഫീഷ്യലി ഗവൺമെൻറ് MOU ഒപ്പിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ പേഴ്സണലി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ ഓപ്പൺ മാർക്കറ്റിൽ അവർ സാധനം ഓപ്പൺ ആക്കില്ല, അവരുടെ വെബ്സൈറ്റിലായിട്ടുള്ളത്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ അല്ല, ഒഫീഷ്യലായിട്ട് ഒപ്പിടാം. യുദ്ധത്തിൽ ഡയറക്റ്റായിട്ട് പങ്കാളിയാകുന്നില്ല, ശത്രുരാജ്യത്തെ ആക്രമിക്കാൻ പോകുന്നില്ല, മറിച്ച് ഇൻഫർമേഷൻ ഗാദറിങ്ങിന് മാത്രമാണെങ്കിൽ എല്ലാ ലോകരാജ്യങ്ങളും അവരവരുടെ ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം ചെയ്യുന്നുണ്ട്. അമേരിക്കയ്ക്ക് കിട്ടുന്നവർ നമുക്ക് കിട്ടുന്നവർ അമേരിക്കയ്ക്ക്, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് അപ്പോൾ ഡയറക്റ്റ് വാറിലേക്ക് ഇടപെടാതെ, ഡ്രോൺ ഉപയോഗിച്ച് സ്ഫോടനം നടത്താൻ പോകാതെ ഇൻഫർമേഷൻ ഗാദറിങ്ങിന് മാത്രമാണ് വലിയ പ്രശ്നം ഉണ്ടാകുന്നത്.